ഒരിക്കൽ അർജുനന്റെ മനസ്സിൽ ഒരു ചെറിയ അഹങ്കാരം തോന്നി. താനാണ് ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തനെന്നും തന്നേക്കാൾ കൂടുതൽ കൃഷ്ണനെ ആരും സ്നേഹിക്കുന്നില്ലെന്നും അവൻ വിശ്വസിച്ചു. അർജുനന്റെ ഉള്ളിലെ ഈ ഭാവം മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, അർജുന, നമുക്കൊന്ന് പുറത്തുപോയി വരാം. അവർ രണ്ടുപേരും സാധാരണക്കാരായ യാത്രികരുടെ വേഷം ധരിച്ച് ഒരു ഗ്രാമത്തിലൂടെ നടന്നു. അവിടെ ഒരു മരച്ചുവട്ടിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്നത് അവർ കണ്ടു. അദ്ദേഹം ഭക്തിയോടെ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ അർജുനൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ ഭക്തന്റെ വശത്തായി മൂർച്ചയുള്ള ഒരു വാളിരിക്കുന്നു. അർജുനൻ അത്ഭുതപ്പെട്ടു. ഒരു ഭക്തൻ എന്തിനാണ് ആയുധം കയ്യിൽ വെക്കുന്നത്? കൃഷ്ണന്റെ അനുവാദത്തോടെ അർജുനൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി, അങ്ങൊരു ഈശ്വര ഭക്തനാണല്ലോ, പിന്നെന്തിനാണ് ഈ വാൾ കൂടെ കരുതിയിരിക്കുന്നത്? അങ്ങേക്ക് ശത്രുക്കളുണ്ടോ? ആ ബ്രാഹ്മണന്റെ കണ്ണുകളിൽ ദേഷ്യം മിന്നി. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, എനിക്ക് 4 ശത്രുക്കളുണ്ട്. അവരെ എവിടെ കണ്ടാലും ഈ വാൾ കൊണ്ട് ഞാൻ ശിക്ഷിക്കും. അർജുനൻ ഞെട്ടിപ്പോയി. ആരാണവർ? ബ്രാഹ്മണൻ തന്റെ പട്ടിക നിരത്തി. ഒന്നാമൻ ആ നാരദനാണ്. എപ്പോഴും നാരായണനാമം ജപിച്ച് എന്റെ ഭഗവാനെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അയാൾ ബുദ്ധിമുട്ടിക്കുന്നു. എന്റെ കൃഷ്ണൻ ഒരല്പം വിശ്രമം വേണ്ടേ? അർജുനൻ വാ പൊളിച്ചു നിന്നുപോയി.